പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 25 സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചു നീക്കിയതിനുള്ള ഇന്ത്യയുടെ ഉത്തരം. ഇന്നലെ അർദ്ധരാത്രി മുതൽ മുഴങ്ങുന്ന വാക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ. കൃത്യം, വ്യക്തം, കനത്ത പ്രഹരം, അങ്ങനെ വിശേഷിപ്പിക്കാം ഇന്ത്യയുടെ തിരിച്ചടിയെ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യക്തമാക്കിയത്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ആക്രമണത്തിനു വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തത് ഇത് കണക്കാക്കിയാണ്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടില്ല. അതീവ സൂക്ഷ്മതയോടെ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനമുണ്ടായാൽ അതിനും കനത്ത തിരിച്ചടി നൽകുമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സേന നടത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി. That the Indian armed forces are fully prepared to respond to Pakistani misadventures, if any, that will escalate this situation. പാർലമെന്റിലും മുംബൈയിലും ഉൾപ്പെടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ എല്ലാ ഭീകരാക്രമണങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു വിശദീകരണം. ഇനിയും ഭീകരവാദത്തോട് സന്ധി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വിജയകരമായി 9 ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു. കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ പ്രധാന ക്യാമ്പുകളാണ് ഇന്ത്യൻ സേനകൾ ലക്ഷ്യമിട്ടത്. പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ഇന്ത്യയുടെ തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, അമൃത TV.